ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സദാശിവസമാരാധ്യം ശങ്കരാശിവമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഭരതന്റെ വനയാത്ര. കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ കാർമ്മികത്വത്തിൽ പിതാവിന്റെ സംസ്കാരകർമ്മം വിധിയാവണ്ണം നിർവഹിച്ച ഭരതകുമാരൻ ശ്രീരാമചന്ദ്രനെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി വനത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ചിത്തേ നിനക്കിതു തോന്നിയതദ്ഭുതം, ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ. സാധുക്കളെ വമ്പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ മനസ്സിൽ, ഉത്തമൻ ശ്രേഷ്ഠൻ, സാധുക്കൾ സന്യാസിമാർ, ആദിത്യദേവൻ സൂര്യഭഗവാൻ, തത്ര അവിടെ, നിയോഗേന ആജ്ഞയനുസരിച്ച്, സത്വരം പെട്ടെന്ന്, മോദം സന്തോഷം. സന്യാസിമാർ ഭരതന്റെ വാക്കുകൾ കേട്ട് അതീവ സന്തുഷ്ടരായി. അങ്ങയുടെ മനസ്സിൽ ഇപ്രകാരം തോന്നിയത് അത്ഭുതം തന്നെ. നീ ഉത്തമന്മാരിൽ ഉത്തമനാണ്. സന്യാസിമാർ ഇത്തരത്തിൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സൂര്യോദയം സംഭവിച്ചു. ഭരതൻ ശത്രുഘ്നനോടൊപ്പം പുറപ്പെട്ടു. സുമന്ത്രർ നിയോഗിച്ചതനുസരിച്ച് സൈന്യവും ശ്രീരാമചന്ദ്രനെ കാണുന്നതിനായി നടക്കാൻ ആരംഭിച്ചു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തൊടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ചിത്തേ മനസ്സിൽ, മോദം സന്തോഷം, രാജധാരങ്ങൾ രാജാവിന്റെ പത്നിമാർ, താപസവൃന്ദേന സാകം താപസവൃന്ദത്തോടു കൂടി, വൃന്ദം കൂട്ടം, കിളർന്ന് ഉയർന്ന്, വ്യോമനി ആകാശത്തിൽ, രാഘവാലോകാനന്ദ വിവശരാം ലോകർ രാഘവനെ ആലോകനം ചെയ്യുന്നതിൽ സന്തോഷപരവശരായ ജനങ്ങൾ. ആലോകനം ചെയ്യുക, കാണുക. ആനന്ദവിവശർ സന്തോഷപരവശർ, ലോകർ ജനങ്ങൾ. മാർഗഖേദം വഴി നടക്കുന്നതിലെ ബുദ്ധിമുട്ട്. മനം നിറഞ്ഞു വഴിഞ്ഞൊഴുകുന്ന സന്തോഷത്തോടെ ദശരഥന്റെ പത്നിമാരായ കൗസല്യ തുടങ്ങിയവരും രാജീവനേത്രനായ ശ്രീരാമചന്ദ്രനെ കാണാനായി യാത്രയായി. താപസശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷിയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി അരുന്ധതീദേവിയും മറ്റു താപസന്മാരുടെ കൂട്ടത്തോടൊപ്പം വനത്തിലേക്ക് തിരിച്ചു. ആ യാത്രാസംഘത്തിന്റെ സഞ്ചാരവേളയിൽ ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ പൊടിപടലം ആകാശത്താകമാനം പരന്നു. ശ്രീരാമചന്ദ്രനെ കാണാനുള്ള ആനന്ദാതിരേകത്തിൽ പരവശരായ ആർക്കും തന്നെ യാത്രാക്ലേശം അനുഭവപ്പെട്ടില്ല. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകേയപുത്രീസുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ശൃംഗിവേരാഖ്യാപുരം, ശൃംഗിവേരം എന്നു പേരുള്ള നഗരം. ഗംഗാതടേ, ഗംഗയുടെ തീരത്ത്. പെരുമ്പട, വലിയ സൈന്യം. കേകേയപുത്രീസുതൻ, കൈകേയിയുടെ പുത്രൻ ഭരതൻ ആഗതനായി എത്തിച്ചേർന്നു. ശങ്കിതമാനസൻ, സംശയമുള്ള മനസ്സോടുകൂടിയവൻ. കിങ്കരന്മാർ, ആജ്ഞാനുവർത്തികൾ. ശൃംഗിവേരം എന്നു പേരുള്ള പട്ടണത്തിൽ എത്തിയ മഹാസൈന്യം ഗംഗാതടത്തിൽ ചെന്നു നിന്നു. ഭരതൻ സൈന്യസമേതനായി വന്നെത്തിയിരിക്കുന്നു എന്നറിഞ്ഞ ശൃംഗിവേര രാജാവും ദശരഥന്റെ ആത്മമിത്രവുമായ ഗുഹൻ സംശയാലുവായി. അദ്ദേഹം തന്റെ ഭൃത്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും.
ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ, അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം, ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം. പദ്ധതിക്കേതും വിഷാദവും കൂടാതെ യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. ബാണചാപാദി ശസ്ത്രങ്ങൾ, ബാണം, ചാപം തുടങ്ങിയ ആയുധങ്ങൾ. ബാണം, അമ്പ്, ചാപം, വില്ല്, ശസ്ത്രം, ആയുധം. തോണി, വള്ളം, വഞ്ചി, ബന്ധിച്ച് കെട്ടിയിട്ട്. അന്തികെ, സമീപത്ത്. അന്തർഗതം, മനസ്സിലുള്ളത്. കടത്തുക, ഗംഗാനദി കടത്തുക. പദ്ധതി, വഴി. വിചാരിച്ചുറച്ച്, ചിന്തിച്ചുറപ്പിച്ച്. സത്വരം, പെട്ടെന്ന്. അല്ലയോ ഭൃത്യന്മാരെ, നിങ്ങളെല്ലാവരും അമ്പ്, വില്ല് തുടങ്ങിയ ആയുധങ്ങളെല്ലാം കയ്യിലെടുത്ത് തോണികളെല്ലാം ബന്ധിച്ച ശേഷം തയ്യാറായി നിൽക്കുക. ഞാൻ അവിടെ പോയി ഭരതകുമാരനെ നേരിട്ട് കണ്ട് ഒട്ടും വൈകാതെ മടങ്ങിവരാം. സമീപത്ത് ചെന്ന് വന്ദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അന്തർഗതം എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. ശ്രീരാമചന്ദ്രനോട് വിരോധത്തിനാണെങ്കിൽ അവരാരും തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. ശുദ്ധ മനസ്സോടെയാണ് വരുന്നതെങ്കിൽ അവരുടെ വഴിയിൽ ഒരു തടസ്സവും ഉണ്ടാകാത്ത തരത്തിൽ ഗംഗാനദി കടത്തിക്കൊടുക്കുകയും വേണം. ഇങ്ങനെയെല്ലാം ആലോചിച്ചുറച്ച് ഗുഹൻ ഭരതന്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചു. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവകം തൊഴുതു നിന്നിടിനാൻ. ക്ഷീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്ഥാപ്യഗാഢമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉപായനങ്ങൾ, കാഴ്ചദ്രവ്യങ്ങൾ. നാനാവിധോപായനങ്ങൾ, പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങൾ. ക്ഷീരാംബരം, മരവുരി ധരിച്ചവനെ. ഘനശ്യാമം, കാർമേഘം പോലെ കറുത്തവനെ. ജടാധരം, ജട ധരിച്ചവനെ. ശ്രീരാമമന്ത്രം ജപന്തം അനാരദം, എല്ലായ്പ്പോഴും ശ്രീരാമമന്ത്രം ജപിക്കുന്നവനെ. ധീരം കുമാരം, ധീരനായ കുമാരനെ. കുമാരോപമം, സുബ്രഹ്മണ്യന് തുല്യനായവനെ. മഹാവീരം, മഹാവീരനെ. രഘുവരസോദരം, ശ്രീരാമചന്ദ്രന്റെ സഹോദരനെ. സാനുജം, അനുജനോടുകൂടിയവനെ. മാരസമാന ശരീരം, കാമദേവന് തുല്യമായ ശരീരം ഉള്ളവനെ. മനോഹരം, മനോഹരനെ. കാരുണ്യസാഗരം, കാരുണ്യക്കടലിന്. ഗുഹോഹം, അഹം ഗുഹാഹ, ഞാൻ ഗുഹനാണ്. ഇത്യുക്ത എന്നു പറഞ്ഞിട്ട്. ഉത്താഭ്യ, എഴുന്നേൽപ്പിച്ച്. ഗാഠം ആലിംഗ്യ, മുറുകെ പുണർന്നിട്ട്. രഘുനാഥ ഭക്തം, രഘുനാഥന്റെ, ശ്രീരാമചന്ദ്രന്റെ ഭക്തന്. വയസ്യം, സുഹൃത്തിന്. വയസ്യൻ, സുഹൃത്ത്. അനാമയവാക്യം, സന്തോഷകരമായ വാക്കുകൾ. ആമയം, ദുഃഖം. അനാമയം, സുഖം. സുഖമല്ലേ എന്ന ചോദ്യം. ഉക്ത്വാ, ചോദിച്ചിട്ട്. ഭരതകുമാരൻ ശ്രീരാമചന്ദ്രനോട് പുലർത്തുന്ന മനോഭാവം എന്താണ് എന്ന് തനിക്ക് നേരിട്ട് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഗുഹൻ ഭരതനെ കാണാനായി പോകുന്നത്. ഗുഹൻ ഭരതകുമാരന്റെ മുന്നിൽ വിവിധങ്ങളായ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച ശേഷം സന്തോഷപൂർവം തൊഴുതുനിന്നു. മരവുരി ധരിച്ചവനും കാർമേഘവർണ്ണനും ജടാധരനും ശ്രീരാമമന്ത്രം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നവനും ധീരനും സുബ്രഹ്മണ്യനെ പോലെ മഹാവീരനും ശ്രീരാമചന്ദ്രന്റെ സഹോദരനും അനുജനായ ശത്രുഘ്നനോട് ഒന്നിച്ചുള്ളവനും കാമദേവനെ പോലെ സുന്ദരനും കാരുണ്യക്കടലും ആയ ഭരതകുമാരന്റെ മുന്നിൽ ഞാൻ ഗുഹനാണ് എന്നു പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. ആ വേളയിൽ ഭരതൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുറുകെ പുണർന്ന ശേഷം
ശ്രീരാമഭക്തനായ സുഹൃത്തിനോട് സുഖമല്ലേ എന്ന് കുശലം ചോദിച്ചു. അതിനുശേഷം ഗുഹനോട് പിന്നെയും ഇപ്രകാരം പറഞ്ഞു. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാന്. ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മീ ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിന്നില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ. അവൻ എന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി. നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷചേതസ. ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. ഉത്തമ പുരുഷോത്തംസ രത്നം, ശ്രേഷ്ഠ പുരുഷന്മാരുടെ ശിരോലങ്കാരമായ രത്നം, ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠൻ. ലോകാലംബനഭൂതൻ, ലോകത്തിന് ആശ്രയമായിട്ടുള്ളവൻ. ഭുവനം, ലോകം. മത്സഖേ, എന്റെ സുഹൃത്തെ, അൻപോട് സ്നേഹത്തോടെ. വാട്ടമില്ലാതൊരു സന്തോഷചേതസ, പൂർണ്ണ സന്തോഷം നിറഞ്ഞ മനസ്സോടെ. അല്ലയോ സുഹൃത്തെ, അങ്ങ് ഉത്തമ പുരുഷന്മാരുടെ ശിരോലങ്കാരത്തിലെ രത്നമാണ്. ലോകത്തിനു മുഴുവൻ ആശ്രയമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അങ്ങയെ ആലിംഗനം ചെയ്തുവല്ലോ. ലക്ഷ്മീ ഭഗവതിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇത്തരം ഒരു സൗഭാഗ്യം സിദ്ധിക്കുമോ? അല്ലയോ സുഹൃത്തെ, ഈ ലോകത്തിൽ നീ ധന്യനാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. സഹോദരനായ ലക്ഷ്മണനോടും സീതയോടും ഒന്നിച്ച് ഏത് സ്ഥലത്തു വെച്ചാണ് നീ ശ്രീരാമചന്ദ്രനെ കണ്ടത്? അദ്ദേഹം നിന്നോട് എന്താണ് പറഞ്ഞത്? നീ രാമനോടെന്തു പറഞ്ഞു? സീതാദേവിയോടൊരുമിച്ച് രഘുനന്ദനൻ എവിടെയാണ് കിടന്നുറങ്ങിയത്? ആ സ്ഥലം എനിക്ക് കാണിച്ചു തന്നാലും. ഭരതകുമാരന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഗുഹന്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു കവിഞ്ഞു. ശ്രീരാമന്റെ ഭക്തരിൽ ഭരതൻ അത്യുത്തമനാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഗുഹൻ നടന്നു. യത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുഗ്ധബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. യത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ. സീതാദേവിയോടൊന്നിച്ച് ശ്രീരാമചന്ദ്രൻ രാത്രിയിൽ എവിടെയാണോ ഉറങ്ങിയത് അവിടെ ചെന്നിട്ട്. യത്ര, യാതൊരിടത്ത്, നിശി, രാത്രിയിൽ, സുപ്താഹ, ഉറങ്ങിയവൻ, സീതയാ, സീതയോടുകൂടി, തത്ര, അവിടെ, ഗത്വ, ചെന്നിട്ട്. കുശം, ദർഭ, ആസ്തൃതം, വിരിക്കപ്പെട്ടത്. മഹാശയനസ്ഥലം, കിടക്കുന്നതിനുള്ള മഹത്തായ സ്ഥലം. മുഗ്ധബാഷ്പോദകം, കണ്ണുനീർ ചൊരിഞ്ഞ്. ബാഷ്പം, കണ്ണുനീർ, ഉദകം, ജലം. സഗദ്ഗതം, ഇടറുന്ന തൊണ്ടയോടെ. ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊന്നിച്ച് രാത്രിയിൽ കിടന്നുറങ്ങിയ സ്ഥലത്ത് ചെന്നിട്ട് ഗുഹൻ പറഞ്ഞു, കുശപ്പുല്ല് വിരിച്ചിരിക്കുന്ന ഇവിടം കണ്ടാലും. ഇതായിരുന്നു കൊണ്ടൽനേർ വർണ്ണനായ ശ്രീരാമചന്ദ്രന്റെ മഹാശയനസ്ഥലം. ആ സ്ഥലം കണ്ട ഭരതകുമാരൻ കണ്ണുനീർ തൂകി ഇടറുന്ന തൊണ്ടയോടെ ഇപ്രകാരം പറഞ്ഞു. ഭരതകുമാരനും ഗുഹനും തമ്മിലുള്ള സംഭാഷണം അടുത്ത ഭാഗത്ത് തുടരാം. ശ്രീരാമചന്ദ്രായ നമഃ.